ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നുസിഫ് ടെക് വ്ലോഗ് ചാനൽ. നുസിഫ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വയർലെസ് മൗസിനെ പറ്റിയാണ്. ഈ മൗസ് ഞാൻ വാങ്ങിയത് ഓഫ്ലൈൻ വഴിയാണ്. നമ്മളെ മൈജി ഷോറൂമിൽ ചെറിയൊരു ഓഫർ കണ്ടപ്പോൾ വാങ്ങിയൊരു മൗസാണിത്. 600 സംതിങ് പ്രൈസ് കാണിക്കുന്നുണ്ടെങ്കിലും ഒരു 360 രൂപ എന്തോ കൊടുത്തിട്ടാണ് ഞാൻ ഈ മൗസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം ആദ്യം. അപ്പോൾ ഇത് ഓഫ്ലൈനായി വാങ്ങിയതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ പൊതുവേ റിവ്യൂ ചെയ്യുന്ന മിക്ക പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഓഫ്ലൈൻ ആയതുകൊണ്ട് ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണൂല കേട്ടോ. ഈ മൗസ് ഞാൻ വാങ്ങിയത് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ കയ്യിലൊരു MIയുടെ ആൻഡ്രോയിഡ് TV ബോക്സ് ഉണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മൗസിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് SALWM3 എന്ന മോഡലിലുള്ള ഒരു മൗസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ പേര് ഞാൻ ഒന്നുകൂടി പറയാം, സാൽപിഡോ എന്നാണ്. ഇതിൻ്റെ സംഭവം മെയ്ഡ് ഇൻ ചൈനയാണ് കാണിക്കുന്നത്. എങ്കിലും പ്രോഡക്റ്റ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊരു പ്രോഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓഫ്ലൈനായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഇങ്ങനൊരു കമ്പനി നിങ്ങളുടെ കൺമുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ഈ കമ്പനി വാങ്ങിയ വർത്തായിരിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യണത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇവർക്ക് മൗസ് മാത്രമല്ല, വേറെയും ഇലക്ട്രോണിക് പരമായിട്ടുള്ള വേറെയും കുറേ ഐറ്റംസുകൾ ഇവർ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ, കീബോർഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് സാൽപിഡോ എന്ന പേരിൽ. അപ്പോൾ നമ്മുടെ മൗസിൻ്റെ പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റംസാണ് ഈ കാണുന്നത്, ഡോങ്കിള്. ഇത് കണക്ട് ചെയ്താലാണ് നമ്മുടെ മൗസ് വർക്കിംഗ് ആവുക. കൂടെ ഈ പാക്കേജിൽ വരുന്നത് ഒരു AAA ബാറ്ററിയാണ്, അതും ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഡോങ്കിൾ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് ഉപയോഗിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ബാക്കിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഈ ഭാഗത്ത് തന്നെയാണ് ബാറ്ററി ഇടുന്ന ഭാഗവും, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മോഡൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. WM3 എന്നാണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. പിന്നെ ഈ മൗസിൻ്റെ DPI എന്ന് പറയുന്നത് 1200 DPI എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗസിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ മൗസ് പോയിൻ്റ്, അതിൻ്റെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. 1200. ചില മൗസുകൾക്ക് 3600, 3000 മേലെ 2200 അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 1200. അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു മൗസ് തന്നെയാണിത്. പിന്നെ ഈ മൗസിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗത്ത് തന്നെ ആയിട്ട് നമ്മുടെ ഇതിൻ്റെ ഡോങ്കിൾ ക്യാരി ചെയ്യാനുള്ള ഒരു പോർട്ട് കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇത് യൂസ് ചെയ്യണില്ല, നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ USB ഡോങ്കിൾ എവിടെ മിസ്സാവാതിരിക്കാൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനുള്ളൊരു പോർട്ട് ഇവിടെ കാണാം. അത് ഇതുപോലത്തെ എല്ലാ മൗസിനും വരുന്നതാണ്, എങ്കിലും ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ മൗസുകളുടെ USB ഡോങ്കിൾ മിസ്സായി കഴിഞ്ഞാൽ ഇതുപോലത്തെ മൗസ് വേസ്റ്റാണ്. പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ വേറെ ചില മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതുപോലത്തെ യൂണിവേഴ്സൽ USB ഡോങ്കിൾ വാങ്ങാൻ കിട്ടും. അതിലോട്ട് പിന്നെ ഈ മൗസിൻ്റെ ചില സംഭവങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ അതിനൊന്നും ആരും നിൽക്കാറില്ല. വലിയ വില ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ആളുകൾ ഇതുപോലത്തെ USB അതിൻ്റെ ഡോങ്കിൾ മിസ്സാവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ മൗസ് വാങ്ങാറാണ് പതിവ്. ഓപ്ഷൻ ഉണ്ട്, ഇതുപോലത്തെ മൗസ് നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 തരം മൗസാണല്ലോ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഒന്ന് വയറുള്ളതും, പിന്നെ ഇതുപോലത്തെ ഈ ഡോങ്കിളുള്ള ടൈപ്പ്, പിന്നെ വരുന്നത് ബ്ലൂടൂത്ത് ടൈപ്പ് മൗസാണ്. അപ്പോൾ ബ്ലൂടൂത്ത് ടൈപ്പ് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് ആ ഡോങ്കിളിൻ്റെ ആവശ്യമില്ല. നമ്മൾ മറ്റ് ബ്ലൂടൂത്ത് ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ അത് പെയർ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ മൗസ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചില ലാപ്ടോപ്പുകളും അല്ലെങ്കിൽ PCകളിലൊക്കെ USB പോർട്ടുകൾ കുറവായിരിക്കും. അതിൽ ഒരുപാട് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡോങ്കിളും കൂടി നമ്മൾ അതിലോട്ട് കണക്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ മൗസ് പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ എൻ്റെ മൊബൈലിലോട്ടാണ് ഇപ്പോൾ ഈ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് Type-C OTGയിൽ നമ്മളെ ഡോങ്കിൾ കണക്ട് ചെയ്ത് മൊബൈലിൻ്റെ C-Type പോർട്ടിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ മൗസ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളെ ഇത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൗസ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കർസർ മാറുന്നത് നിങ്ങൾക്ക് കാണാം, എത്രത്തോളം മൂവിങ് ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് ടച്ച് ചെയ്ത നല്ല റെസ്പോണ്ടാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഏകദേശം ഓവറോൾ റിവ്യൂ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോസ്. വീണ്ടും കാണാം പുതിയൊരു ഗാഡ്ജറ്റുമായി. അതുവരെയും നുസിഫ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.